കരഞ്ഞുകൊണ്ട് രചന ഐസിയു തുറന്ന് അകത്തേക്ക് കയറുകയാണ്. മൂടിയിട്ടിരിക്കുന്ന അച്ഛന്റെ ശവശരീരം നോക്കി കരയുകയാണ് രചന. ആകെ സങ്കടപ്പെട്ട് അച്ഛനെ തന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രചന. നഴ്സ് വന്ന് രചനയെ പിടിച്ചു മാറ്റുകയാണ്. അതേ കുട്ടി, എഴുന്നേൽക്ക്, പുറത്തു ചെന്ന് നിൽക്ക്. പിന്നീട് ശ്രീധരൻ നായരുടെ ബോഡിയുമായി ആംബുലൻസിൽ കയറി പോവുകയാണ് രചന. പിന്നീട് കാണിക്കുന്നത് ജഗനെ ആലോചിച്ചിരിക്കുന്ന ദിയയാണ്. അന്നേരം ദിയയ്ക്ക് ജഗന്റെ ഫോൺ വരികയാണ്. ദിയ പറയുകയാണ്, വല്ലാത്ത മനപ്പൊരുത്തമാണല്ലോ, ഓർത്തില്ല, അതിനു മുമ്പേ വിളിക്കുന്നു. ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുകയാണ് ദിയ. ജഗൻ പറയുകയാണ്, അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോഴേക്കും ആള് പോയോ എന്ന് ചോദിക്കുകയാണ് ദിയ. പോയത് അവളല്ല, അവളുടെ അച്ഛൻ. അവൾക്കുള്ള ശിക്ഷ കിട്ടിയെന്ന് കരുതാം തൽക്കാലം. മരിച്ചവര് പോയി, പക്ഷെ അവള് മൂലം എന്റെ ചേച്ചിക്കുണ്ടായ നാണക്കേടോ, അതിന് ജീവിതകാലം മുഴുവൻ ചേച്ചി സഹിക്കണ്ടേ? ദിയ, ചേച്ചിയോട് പറഞ്ഞേക്ക്, കെണിയിൽപ്പെടുത്തിയ കൂട്ടുകാരിയുടെ അച്ഛൻ മരിച്ചെന്ന്. ഇനി അവളെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളോട് പൊതുവെ മത്സരിക്കുന്നതും കിടക്കുന്നതുമൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഗത്യന്തരമില്ലാതെ വന്നാൽ അതും വേണ്ടിവരുമല്ലോ. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ദിയ. ആ ശരി ദിയ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ദിയ. ഫോൺ വെച്ച ശേഷം മീശ പിരിച്ചൊന്ന് ചിരിക്കുകയാണ് ജഗൻ. ആ വാർത്ത കേട്ട സന്തോഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ മുകളിലേക്ക് കയറി വന്ന ദീപയോട് ദിയ ചോദിക്കുകയാണ്, ചേച്ചി, ഒരാൾ മരിക്കുന്നത് സന്തോഷമാണോ ദുഃഖമാണോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? മരിക്കുന്നത് ദുഃഖമല്ലേ? ചില മരണങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മരണ വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അന്ന് ചേച്ചി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തൊട്ടടുത്ത് ഒരാളില്ലായിരുന്നോ? ആ രചനയുടെ അച്ഛൻ, അയാൾ മരിച്ചുപോയി. അത് കേട്ടൊന്ന് ഞെട്ടിയ ദീപയോട് ദിയ ചോദിക്കുകയാണ്, അത് കേട്ടപ്പോൾ ചേച്ചി എന്തിനാ ഞെട്ടിയത്? അച്ഛനെ ചികിത്സിക്കാൻ അവൾക്ക് പണം വേണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് അവളെ ഹീനമായ പ്രവൃത്തി ചെയ്തത്. അതിനുള്ള തിരിച്ചടി ഇപ്പോൾ അവൾക്ക് കിട്ടി. സങ്കടപ്പെട്ട ദീപ പറയുകയാണ്, അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെട്ട് ദീപ പറയുകയാണ്, അമ്മയില്ലാത്ത ഒരുപാട് കുഴപ്പങ്ങൾ അവളുടെ സ്വഭാവത്തിൽ ഉണ്ട്. ഇന്ന് പൂത്തിരി കത്തിച്ച് ആഘോഷിക്കാൻ എനിക്ക് തോന്നുകയാണ്. ചേച്ചി കരഞ്ഞതിന്റെ ഇരട്ടി ഇപ്പോൾ അവൾ കരയുന്നുണ്ടാകും. ഇതുവരെ എന്റെ മുന്നിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ മരണ വീട്ടിൽ പോയാൽ അവളെ കാണാൻ കഴിയും. അവളുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുൻപിൽ വെച്ച് നടന്നതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കും. ദീപ ചോദിക്കുകയാണ്, ഈ സമയത്താണോ അതൊക്കെ പറയുന്നത്? അവളെ പോലുള്ള ഒരുവളെ കാണുന്നതിനും സംസാരിക്കുന്നതിനും സമയവും കാലവും ഒക്കെ നോക്കേണ്ട ആവശ്യം ഉണ്ടോ? ചേച്ചിയുടെ ജീവിതം വഴിമുട്ടിയില്ലേ? ചേച്ചിയുടെ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ? എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ആകെ കൂടിയില്ല ഉള്ള അവളുടെ അച്ഛനും പോയി. അങ്ങേരൊരു നല്ല മനുഷ്യൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവളെ പോലുള്ള ഒരു മകൾക്കൊപ്പം കൂടുതൽ കാലം ജീവിക്കാതെ അയാളങ്ങ് പോയത്. നന്ദി കെട്ടവൾ, നാണം കെട്ടവൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ദിയ. രാത്രി മഴയത്ത് ശ്രീധരന്റെ ചിത കത്തിയമരുകയാണ്. അടുത്തു തന്നെ നിന്ന് കരഞ്ഞുകയാണ് രചന. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഭാഗ്യലക്ഷ്മിയെ കാത്ത് വഴിയിൽ നിൽക്കുന്ന രചനയാണ്. വണ്ടിയിൽ നിന്നും ഭാഗ്യലക്ഷ്മി ഇറങ്ങുമ്പോൾ രചന പറയുകയാണ്, ഞാൻ ഓടി ഒളിക്കാനൊന്നും പോകുന്നില്ല. ദീപയുടെ അമ്മയുടെ വരവ് പ്രതീക്ഷിച്ചു തന്നെയാണ് നിന്നത്. കയ്യിൽ കിട്ടിയാൽ കരണത്തടിക്കണമെന്നും കഴുത്തിന് പിടിച്ചു ഞെരിക്കണമെന്നും കരുതിയതാണ്. പക്ഷെ അതിലും വലിയ ശിക്ഷ നിനക്ക് കിട്ടി. എന്റെ മോളെ കരയിച്ചത് കൊണ്ട് നിനക്ക് കിട്ടിയ പ്രതിഫലം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. നീയും കരഞ്ഞു, നിന്റെ അച്ഛന്റെ ചിത കത്തിയെരിയുന്നത് കണ്ടിട്ട്. കരഞ്ഞുകൊണ്ട് രചന പറയുകയാണ്, അതെ, കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ആകെ എനിക്ക് അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. ആ അച്ഛനും പോയി. അന്ന് ഐസിയുവിൽ കയറിയ ആ മനുഷ്യനോട് വേദനയിൽ സംസാരിക്കേണ്ടി വന്നതിന് എനിക്കിപ്പോൾ ഖേദമുണ്ട്. അദ്ദേഹം മരിച്ചെന്നറിഞ്ഞപ്പോൾ. പക്ഷെ എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാണ്. രചന പറയുകയാണ്, അതറിയാവുന്നത് കൊണ്ടാണ് ദീപയുടെ അമ്മയെ കാണാനായിട്ട് ഞാനിവിടെ മാപ്പ് പറയാൻ കാത്തുനിന്നത്. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റാണോ നീ ചെയ്തത്? എന്റെ മോളുടെ ദേഹത്ത് വീണ കറ നീ മാപ്പ് പറഞ്ഞാൽ മാഞ്ഞു പോകുമോ? പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ എന്റെ മോള് വിഷമിക്കുകയാണ്. പഠിത്തം നിലച്ചു. 4 ആളിന്റെ മുഖത്തോട്ട് പോലും നോക്കാൻ വയ്യ. തെറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ വീടിനകത്ത് തളച്ചിടുമ്പോൾ അവൾക്കുണ്ടാകുന്ന വേദന എത്രയെന്ന് നിനക്കറിയാൻ കഴിയില്ല. നീ തന്നെ വീട്ടിൽ വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ക്ലാസ്സിലെ ഏറ്റവും ഡീസന്റായ കുട്ടിയാണ് ദീപയെന്ന്. പെൺകുട്ടികളായാൽ ഇത്രയും പാവമാകാൻ പാടില്ല എന്നും നീ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളവളെയാണ് നീ തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചത്. എന്റെ അച്ഛന് ബൈപ്പാസ് സർജറി ആവശ്യം വന്നപ്പോൾ പണത്തിന് വേറെ മാർഗമില്ലായിരുന്നോ? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ആര് പറഞ്ഞു മാർഗമില്ല എന്ന്? ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്ക് പണം തേടിയാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിനുവേണ്ടി പരസഹായം തേടിയാൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും.
കരഞ്ഞുകൊണ്ട് രചന പറയുകയാണ് അതിനുള്ള സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഡോക്ടർ ഇക്ബാലാണ് ആ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ. ആ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞിരുന്നെങ്കിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിനക്ക് തരുമായിരുന്നു. ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞതാണ്. അദ്ദേഹം സർജറി നടത്താൻ ഒരുപാട് പൈസ കുറച്ചു തരാമെന്ന് പറഞ്ഞു. സർജറിയുടെ ചിലവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. പിന്നെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് എന്റെ മോളെയും എന്റെ കുടുംബത്തെയും ബുദ്ധിമുട്ടിപ്പിക്കാം എന്ന് കരുതി അല്ലേ? ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ, അന്യന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടാക്കുന്ന മുതല് അതിന് ഒരു വിലയും ഉണ്ടാകില്ല. ആ പണം കൊണ്ട് നമുക്കൊന്നും നേടാനും പറ്റില്ല. നാളെ മരിക്കേണ്ട നിന്റെ അച്ഛനെ ഇന്ന് കൊന്നത് നീയാണ്, നീ മാത്രം. അതുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ മാപ്പ് പറച്ചിലിനും കണ്ണീരിനും ഒരർത്ഥവും ഇല്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അച്ഛന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയല്ല നീ ഇത് ചെയ്തത്, അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഭാഗ്യലക്ഷ്മിയുടെ സംസാരമൊക്കെ കേട്ട് ആകെ പകച്ച് പേടിച്ചു നിൽക്കുകയാണ് രചന. ഭാഗ്യലക്ഷ്മി പോകുന്നത് നോക്കി നിന്ന ശേഷം പെട്ടെന്ന് ഭാവം മാറി രചന പറയുകയാണ് ഭാഗ്യലക്ഷ്മി, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാനിനി വച്ചേക്കില്ല. എന്റെ അച്ഛൻ മരിക്കുന്നതിന് എത്രയോ നാൾ മുമ്പേ ഞാനിത് മനസ്സിൽ കുറിച്ചിട്ടതാണ്. പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ വീട്ടിലെത്തുന്ന ദീപുവിനെയാണ്. ദേഷ്യത്തോടുകൂടി ബൈക്കിൽ നിന്നും ഇറങ്ങി ബെല്ലടിക്കുന്ന ദീപുവിന് ഡോർ തുറന്നു കൊടുക്കുകയാണ് ദിയ. ദീപുവിനെ കണ്ട് ദിയ ചോദിക്കുകയാണ് ആഹാ, തീയും പുകയും ഒക്കെ കെട്ടടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഏട്ടനിങ് എത്തിയോ? ദീപു പറയാണ് ഞാൻ ആഘോഷിക്കാനല്ല പോയത്, രാത്രി പകലാക്കി പഠിക്കാനാണ്. പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലായിരുന്നല്ലോ. എവിടെ അവള്, നിന്റെ ചേച്ചി? എന്തിനാന്ന് ദിയ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ദീപു പറയുകയാണ് എന്തിനാണെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. മാറിങ്ങോട്ട്, മാറടി എന്നും പറഞ്ഞ് ദിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറുകയാണ് ദീപു. മുകളിലേക്ക് കയറാൻ പോകുന്ന ദീപുവിനെ പിടിച്ചു നിർത്തി ദിയ പറയുകയാണ് ചേട്ടാ, ദീപേച്ചിയെ വഴക്കൊന്നും പറയരുത്. ഇല്ലടി, അവളെ തലോടി ആശ്വസിപ്പിക്കാനാണ് ഞാൻ വന്നത്, താരാട്ടും പാടിക്കൊടുക്കാം. ദിയ പറയുകയാണ് ഇത്രയ്ക്ക് ഉച്ചത്തിന്റെ ആവശ്യമൊന്നും ഇല്ല, അതിന് തക്ക തെറ്റൊന്നും ചേച്ചി ചെയ്തിട്ടില്ല. ദീപു പറയുകയാണ് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ദീപു. ദേഷ്യത്തോടുകൂടി റൂമിലേക്ക് കയറി ചെന്ന ദീപു ദീപയെ അടിക്കുകയാണ്. എന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് ചോദിക്കുകയാണ് മനുഷ്യനെ നാണം കെടുത്തിയല്ലോടി നീ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ ആയല്ലോ. വിടേട്ടാന്നൊക്കെ പറഞ്ഞ് ദീപ കരയുന്നുണ്ട്. ദീപു ചോദിക്കുകയാണ് നിനക്ക് എന്നു മുതൽ തുടങ്ങി ഈ ശീലങ്ങൾ? പറയടി എന്നും പറഞ്ഞ് ദീപയെ പിടിച്ച് തള്ളുകയാണ് ദീപു. ദീപ ചെന്ന് വീഴുന്നത് ദിയയുടെ കൈകളിലേക്കാണ്. ദിയയുടെ കയ്യിൽ നിന്നും വീണ്ടും ദീപയെ പിടിച്ചു മാറ്റി വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് വീണ്ടും അടിക്കാനൊരുങ്ങുകയാണ് ദീപയെ ദീപു. മനുഷ്യനെ നാണം കെടുത്തിയാൽ ഇവന് ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് ദീപു. അന്നേരം ദീപുവിനെ തള്ളി മാറ്റി ദിയ പറയുകയാണ് ഒരു മാന്യൻ വന്നിരിക്കുന്നു. ദീപുവിന് നേരെ കൈ ചൂണ്ടി ദിയ പറയുകയാണ് കാര്യം അറിഞ്ഞിട്ട് വേണം ചേച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അല്ലാതെ എവിടെന്നെങ്കിലും എന്തൊക്കെയോ അറിഞ്ഞിട്ട് ചേട്ടന്റെ ദേഷ്യം മുഴുവൻ ചേച്ചിയോട് തീർക്കുകയല്ല വേണ്ടത്. ദീപു ചോദിക്കുകയാണ് പോയി ചത്തൂടേടി നിനക്ക്? ദീപുവിന്റെ ചോദ്യമൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ദീപ. ദീപു പറയുകയാണ് മനുഷ്യന് താങ്ങാൻ പറ്റാത്ത അപമാനമാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്. തന്റെ ഇടം കൂടുതലുള്ള അമ്മയും ഇവളും ഇതൊക്കെ സഹിക്കുമായിരിക്കും, പക്ഷേ എന്നെ കൊണ്ടതിന് പറ്റില്ല. മുഖത്തു നോക്കി ഫ്രണ്ട്സ് ഓരോന്ന് ചോദിച്ചില്ലെങ്കിലും അടക്കി പിടിച്ച് അവർ സംസാരിക്കുകയും പറയുമൊക്കെ ചെയ്യുന്നത് അതൊക്കെ കണ്ടപ്പോൾ തൊലി പൊളിഞ്ഞു പോയി. ദിയ പറയുകയാണ് ദീപു ഏട്ടാ, ലോകത്ത് ഏതൊരു പെൺകുട്ടിക്കും പറ്റുന്ന ഒരു ചതിയാണ് ചേച്ചിക്ക് പെട്ടിരിക്കുന്നത്. ആ സമയത്ത് കൂടെ നിന്ന് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരം കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ് അല്ലേ? ദീപു പറയുകയാണ് ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ട് എന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. കുറച്ചു ദിവസത്തിനകം എന്റെ കോഴ്സ് കഴിയും, അത് കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ്. അങ്ങനെയുള്ള എനിക്കിപ്പോൾ കറുത്ത പാടാണ് ഇവൾ, മറ്റുള്ളവർക്ക് കൊച്ചാക്കാൻ ഒരു പെങ്ങൾ. നിനക്കിതിലും നല്ലത് എല്ലാവരെയും ഈ വീടിനകത്താക്കി ഈ വീടങ്ങ് കത്തിക്കുന്നതായിരുന്നു. ദീപുവിന്റെ സംസാരമൊക്കെ കേട്ട് അലമുറയിട്ട് കരയുകയാണ് ദീപ. തളർന്നു നിൽക്കുന്ന ദീപയോട് ദിയ പറയുകയാണ് നമ്മുടെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം ഇതൊന്നും കേട്ട് തളരരുത് ചേച്ചി. കുരയ്ക്കുന്നവർ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. ദീപ പറയുകയാണ് ഏട്ടൻ പറഞ്ഞതാണ് സത്യം, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമ്മുടെ അമ്മയെപ്പറ്റി ഓർക്കണ്ടേ? എല്ലാ സുഖവും സന്തോഷവും വേണ്ടാന്ന് വച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയാണ്, അത് മറക്കരുത്. പിന്നീട് ഭാഗ്യലക്ഷ്മിയെ ഫോൺ ചെയ്യുകയാണ് ദീപു. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് ആ മോനെത്തിയോ? അമ്മ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ തുടങ്ങുമായിരുന്നു, ഓഫീസ് ആവശ്യത്തിന്. സാരമില്ല മോനെ, ഞാൻ ദേ എത്തിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി വരുമ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന ദീപയാണ് കാണുന്നത്. ഭാഗ്യലക്ഷ്മിയെ കണ്ട് കണ്ണൊക്കെ തുടക്കുകയാണ് ദീപ.
ഭാഗ്യലക്ഷ്മി പറയുകയാണ് മോൻ എന്നെ വിളിച്ചു, അതാ പെട്ടെന്നിങ്ങ് പോന്നത്. പെട്ടെന്ന് ദീപയുടെ മുഖം ശ്രദ്ധിച്ച ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോളുടെ കവിളത്തെന്താ പാട്? മോളെ ആരെങ്കിലും തല്ലിയോ? അയാൾ വീണ്ടും മോളുടെ കരണത്ത് അടിച്ചോ? മോളുടെ അച്ഛൻ? അന്നേരം അവിടേക്ക് വന്ന ദിയ പറയുകയാണ്, അച്ഛനല്ല മോനാണ് കരണത്തടിച്ചത്. ഒന്ന് പരിഭ്രമിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ദിലയോ? അതെ, ദില് തന്നെ. അമ്മയുടെ പുന്നാരമ്മൻ കൊടുത്ത പാടാണിത്. ചേച്ചിയെ കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് അതെല്ലാം അയാൾക്ക് വലിയ അപമാനമായി പോയെന്ന്, ഫ്രണ്ട്സിന്റെ മുന്നിൽ അയാൾ നാണം കെട്ടുപോയെന്ന്. സങ്കടത്തോടുകൂടി ദീപ ചോദിക്കുകയാണ്, വീട്ടിനകത്തുള്ളവർ തന്നെ ഇങ്ങനെ പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ളവരുടെ കാര്യം പിന്നെ പറയണോ അമ്മേ? സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവൻ വിളിച്ചപ്പോഴൊന്നും ഞാൻ ഈ വിവരങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അനിയത്തിക്കുണ്ടായ അപമാനം അവനെ വേദനിപ്പിക്കുമെന്നാണ് കരുതിയത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.